രാഹുൽ മങ്കൂട്ടത്തിലിനെതിരെ ആദ്യമായാണ് പരാതി ലഭിക്കുന്നതെന്ന KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ വാദങ്ങൾ പൊളിയുകയാണ്. അബോർഷന് നിർബന്ധിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി രാഹുൽ മങ്കൂട്ടത്തിലിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ അതിജീവിത കോൺഗ്രസിനും പരാതി നൽകിയിരുന്നു. കഴിഞ്ഞ മാസം 28-ന് വൈകിട്ട് ഇമെയിൽ വഴിയാണ് പരാതി നൽകിയത്. എന്നാൽ അങ്ങനെ ഒരു പരാതി ലഭിച്ച വിവരം സണ്ണി ജോസഫ് പുറത്തു പറഞ്ഞിട്ടില്ല. ഭീഷണിപ്പെടുത്തി ഗർഭഛിദ്രം നടത്തിയെന്നതടക്കമുള്ള വിവരങ്ങൾ പരാതിയിലുണ്ടായിരുന്നു. നവംബർ 28-ന് ഉച്ച കഴിഞ്ഞാണ് രാഹുലിനെതിരെ അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. ഇതിനു പിന്നാലെ 3:15ഓടെ ഈ പരാതിയുടെ പകർപ്പ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രാഹുൽ ഗാന്ധി എന്നിവർക്കും അയച്ചു. എന്നാൽ ഈ വിവരം കോൺഗ്രസ് നേതാക്കൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. രാഹുലിനെതിരെ യുവതിയുടെ ബലാത്സംഗ പരാതി ലഭിച്ചതിന് പിന്നാലെ പ്രതികരിച്ചപ്പോൾ ആദ്യമായാണ് ഒരു പരാതി ലഭിക്കുന്നത് എന്നായിരുന്നു സണ്ണി ജോസഫിന്റെ പ്രതികരണം. ഈ വാദങ്ങൾ തള്ളുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. രാഹുലിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് പരാതിയിലുള്ളത്. വിവാഹ വാഗ്ദാനം നൽകി ഹോം സ്റ്റേയിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചതായി യുവതി ആരോപിക്കുന്നുണ്ട്. ഗർഭം ധരിക്കാൻ രാഹുൽ നിർബന്ധിച്ചുവെന്നും പോലീസിൽ പരാതി നൽകാത്തത് ഭയം കാരണമാണെന്നും യുവതി പരാതിയിൽ പറയുന്നു. രാഹുലും സുഹൃത്ത് ഫെന്നി നയനാനും ചേർന്ന് കാറിൽ ഹോം സ്റ്റേയിൽ എത്തിച്ചെന്നും രാഹുൽ ബലം പ്രയോഗിച്ച് പീഡിപ്പിച്ചെന്നും ഇമെയിൽ മുഖേന യുവതി നേതാക്കൾക്ക് അയച്ച പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു. രാഹുൽ മങ്കൂട്ടത്തിലിനെതിരെ പുതിയ ബലാത്സംഗ പരാതി ലഭിച്ച ഉടൻ പാർട്ടി ഉചിതമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് ഷാഫി പറമ്പിൽ MP പറയുന്നത്. രാഹുലിനെതിരായ പുതിയ പരാതിയിൽ KPCC ഒരു നിലപാടെടുത്തിട്ടുണ്ടെന്നും പരാതിയിൽ അന്വേഷണം നടത്തുന്നത് കോൺഗ്രസ് അല്ല എന്നും വന്ന പരാതി ഉടൻ പോലീസിന് കൈമാറിയെന്നും CPM കൈകാര്യം ചെയ്യുന്നത് പോലെയല്ല, നിയമപരമായി തന്നെയാണ് കാര്യങ്ങൾ നീക്കുന്നതെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. പരാതി പച്ചക്കള്ളമാണെന്നും പിന്നിൽ ഗൂഢാലോചനയെന്നുമാണ് ഫെന്നി നയനാൻ പറയുന്നത്. ഇപ്പോഴും എപ്പോഴും വീട് കയറി വോട്ട് തേടുകയാണെന്നും ഫെന്നി മാധ്യമങ്ങളോട് വ്യക്തമാക്കി. അടൂർ നഗരസഭയിലെ UDF സ്ഥാനാർത്ഥിയാണ് ഫെന്നി നയനാൻ. രാഹുൽ മങ്കൂട്ടത്തിൽ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇത്തരം ആരോപണങ്ങൾ വരുമെന്ന് അറിയാമായിരുന്നുവെന്നും എന്നാൽ ഇത്രയും ക്രൂരമായ രീതിയിൽ അതുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്നും ഫെന്നി പറഞ്ഞു. പരാതിയിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നതെല്ലാം പച്ചക്കള്ളമാണെന്നും ഫെന്നി പറയുന്നുണ്ട്.